ഇത് വാപ്പല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനു പറയുന്നു അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും. എനിക്ക് എൻ്റെ മോനെ അനുവാദം ഇല്ലെങ്കിലും എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഒരു പറച്ചിലൊക്കെ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ്. മിസ് യു ഫാദർ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണുള്ളത്. കുറേ നാളുടെ വർഷത്തെ ആഗ്രഹമാണത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ നാളുടെ പോകണം വിചാരിച്ച് അടുത്ത മാസം പോകേണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിലേക്ക് മാറ്റി. അതിൽ നിന്നുള്ള 1,00,000 രൂപയുടെ ചിലവ്, അതിൽ 50,000 രൂപ അവിടെ കൊടുക്കുന്നത്. നമ്മുടെ അവസ്ഥ നാളെ പറയും. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരിക്കലും ആ ശാപമിറങ്ങിയ ഭൂമിയിലേക്ക് പോകാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് അള്ളാഹു സാധ്യമാക്കട്ടെ. ഈ ഒരു ദുരന്തത്തിനിടയിലും ഉള്ളിൽ മനുഷ്യനെന്ന നിലക്ക് അഭിമാനം തോന്നുന്ന ചില അനുഭവങ്ങളുണ്ടായി. ഹിന ഇസ്മായിൽ എന്നു പേരുള്ള ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി, പാലക്കാട് ജില്ലയിലെ പട്ടാഭിക്കാരിയാണ്. എൻ്റെ നാടിനടുത്തുള്ള തൃത്താല IES സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൾ പറയാണ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞനുജത്തിയെ എനിക്ക് തന്നാൽ എൻ്റെ കൂടപ്പിറപ്പായിട്ട് ഞാൻ നോക്കാം. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് പറയാൻ തോന്നുന്ന വികാരം ഉണ്ടല്ലോ, പടച്ച റബ്ബേ, അതിനേക്കാളും വലിയ നന്മ വേറെ എന്തെങ്കിലും ഉണ്ടോ? അവൾക്ക് 3 സഹോദരങ്ങളുണ്ട്. ഇപ്പോൾ ഉമ്മാനും ഉപ്പാൻ്റെ ഒപ്പം സൗദിയിലാണ്. എല്ലാ പേപ്പർ വർക്കുകളും നേരാക്കാം. ആ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞനുജത്തിയെ എൻ്റെ കൂടപ്പിറപ്പായിട്ട് ഞാൻ നോക്കാമെന്ന് ഒരു 6ാം ക്ലാസ്സുകാരി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ്. എനിക്കത് വായിച്ചപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അള്ളാഹു ആ പെൺകുട്ടിക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ എത്ര മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ, നവാസ് എന്ന പേരുള്ള ഒരാൾ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉംറക്ക് പോകാൻ വേണ്ടി പണം സ്വരൂപിച്ചിരുന്ന ഒരാളാണ്. ആ ഒരു പണമാണ് 50,000 രൂപയാണ് ഈ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്. കാരണം ഒരു ചായക്കട നടത്തിയിട്ട് ആ ചായക്കട തന്നെ ലോൺ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ആ ചായക്കടയിൽ നിന്ന് മിച്ചം വരുന്ന കാശ് 1,00,000 അദ്ദേഹത്തിൻ്റെ പ്ലാന് ഉംറക്ക് പോകാൻ. അല്ലെ 50,000 ആയി. ഇനി അടുത്ത മാസം എങ്ങനെയെങ്കിലും ഈ 50,000 പൂർത്തിയാക്കി ഉംറ പോകാൻ ഉറപ്പിച്ചൊരു മനുഷ്യനാണ്. അടുത്ത മാസം പോകാനിരുന്ന ഒരാൾ. ആ ഒരു തുകയും ദുരിതാശ്വാസ, കാരണം ഈ ജീവിതങ്ങളാണ് അവർ കാണുന്നത്, ഈ ജീവിതങ്ങളാണ് അവർക്ക് മുൻപിലുള്ളത്. അയാൾ പറയുന്ന ചില വാക്കുകളുണ്ട്. കുറേ നാളുടെ വർഷത്തെ ആഗ്രഹമാണത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ നാളുടെ പോകണം വിചാരിച്ച് അടുത്ത മാസം പോകേണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിലേക്ക് മാറ്റി. അതിൽ നിന്നുള്ള 1,00,000 രൂപയുടെ ചിലവ്, അതിൽ 50,000 രൂപ അവിടെ കൊടുക്കുന്നത്. നമ്മുടെ അവസ്ഥ നാളെ പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷമം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കും ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. അവരും കണ്ട് പഠിക്കണമല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സഹായം അവരും കണ്ട് പഠിക്കണ്ടേ, നാളെ അവരും ചെയ്യണോ? ഇതുപോലെയുള്ള കുറേ മനുഷ്യർ, ഹിന ഇസ്മായിൽ, എനിക്കറിയില്ല അവരെ നേരിട്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, ആ പെൺകുട്ടിയെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് അവരെ വിവരങ്ങൾ കൂടുതൽ പങ്കുവെക്കണം. അള്ളാഹു ആ പെൺകുട്ടിക്കും നവാസിനൊക്കെ സന്തോഷങ്ങൾ നൽകട്ടെ. എത്രയും പെട്ടെന്ന് നവാസിൻ്റെ ഉംറ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും കേട്ടോ. അദ്ദേഹത്തിന് ഉംറ ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുത്തേക്കും. അദ്ദേഹത്തിന് ഉംറ ചെയ്യാനുള്ള, ഫിസിക്കലി ചെയ്യാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ സംസാരം ഒന്ന് കേട്ടു നോക്ക്. സ്വന്തം മകനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഒരു പിതാവ് ഹൃദയമിടറി, കണ്ടമിടറി പറയുമ്പോൾ നമ്മുടെ മുന്നിൽ സർവസ്വവും അവർക്ക് മുന്നിൽ നമ്മൾ കൊടുത്തു പോകും. എന്തു കൊടുത്താലും അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം, നഷ്ടപ്പെട്ട ജീവൻ, നഷ്ടപ്പെട്ട മക്കൾ, ഭാര്യ, പ്രിയപ്പെട്ടവർ, കുടുംബം, വീട്, ഇതൊന്നും പകരമാവില്ല. ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോള് മുണ്ടക്കൈ, അവരൊക്കെ ഞങ്ങളെക്കാട്ടി കുറച്ച് പൊക്കത്തിലാണ്. അപ്പോൾ അവർ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അളിയനുണ്ട് അവിടെ, ഒമാനിലെ അളിയുണ്ട്. അപ്പോൾ അളിയൻ്റെ അടുത്ത് അളിയനെ വലിച്ചിട്ട്, ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലല്ലേ, എടാ മുണ്ടക്കായി ഇല്ല എന്നാ പറയുന്നത്, ഈ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഉപ്പാക്ക് വിളിച്ച്, ഉമ്മാക്ക് വിളിച്ച്, ഭാര്യയ്ക്ക് വിളിച്ച്, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാതെ റിങ് ചെയ്യില്ല, കോളിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. വല്ലാത്തൊരു ഇതുമായി. അങ്ങനെ ഞാൻ എൻ്റെ പെങ്ങളുണ്ട്, പെങ്ങളെ ഞാൻ വിളിച്ച്, പെങ്ങളോട് ഞാൻ ചോദിച്ചു. പെങ്ങൾ ഫോണെടുത്തിട്ട് പെങ്ങൾ പറഞ്ഞ്, എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല, അങ്ങോട്ട് കാണാൻ പറ്റണില്ല, രാത്രിയല്ലേ, അവരെ മുണ്ടക്കൈ തന്നെയാണ്, കാണാൻ പറ്റണില്ല, എന്താ ഒന്നും അറിയണില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്നില്ല, എന്താ ചെയ്യണ്ട, അവർ കരയാണ്. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി.
പള്ളി അടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച്. പള്ളീൻ്റെ നേരെ മുന്നത്തെ വീടാണ് എൻ്റെ വീട്. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ അറിഞ്ഞ് ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ 12 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. എനിക്ക് ഒരു 360 കിലോമീറ്ററോളം എയർപോർട്ടിലേക്ക് ഓടിയെത്തണം. പിന്നെ എയർപോർട്ടിലോട്ട് കയറാനുള്ള ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നടക്കില്ല. അങ്ങനെ രാത്രി 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി പിറ്റേന്ന് രാവിലെ 10-10:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തി. ആ സൈറ്റിൽ പോയോ? പിന്നെ വീടുന്ന സ്ഥലം ഞാൻ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഞാനിങ്ങനെ ബോഡികൾ വരുന്നുണ്ട്, അതങ്ങനെ നോക്കി നിൽക്കും. എത്ര പേര് ഇപ്പോൾ കണ്ട് കിട്ടിയിട്ടുണ്ട്? ഇപ്പം 5 പേരെ കിട്ടിയിട്ടുണ്ട്. ബാപ്പാനി, ഉമ്മാനി, പിന്നെ എൻ്റെ മൂത്ത മകളി, പിന്നെ ഏട്ടൻ്റെ ഭാര്യനി, ചെറിയ മകളെയും കിട്ടി. നിഹാലിനെ കിട്ടിയിട്ടില്ല. എൻ്റെ ചെറിയ മോളെ കിട്ടിയില്ല, ഭാര്യനെ കിട്ടിയില്ല, ഏട്ടനെ കിട്ടിയില്ല, ഏട്ടൻ്റെ 2 മക്കളെ കിട്ടിയില്ല. അതേ ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുമ്പോൾ എത്ര വർഷം മുമ്പാണ് പോകുന്നത്? ഞാനൊരു 4 മാസം മുന്നാണ് ഇവിടുന്ന് പോകുന്നത്. മോളെ SLC. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? ഞാൻ ഒമാനിലാണ് വർക്ക്. ഒമാനിൽ ജാലംബുവാലി എന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് വർക്ക്? അവിടെ കാറ്ററിംഗ് ആണ്. ഈ ഒമാനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പോകുമ്പോൾ 4 മാസം മുന്നേ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അവൻ എന്തോ ഒപ്പിക്കുന്നുണ്ട്, അവൻ എന്തോ കത്ത് എഴുതിക്കണ്, ആരും കാണിച്ചു തരുന്നില്ല, നിങ്ങളെ ബാഗിൽ അവൻ എന്തോ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്താക്കിയത്, ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവൻ അതിലാണ് അത് വെച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞു വേണ്ട ഞാൻ രൂപത്തിലായിരുന്നു അത്? എഴുത്തായിട്ട് ബോക്സ് ആണോ? അങ്ങനെ ഒരു കവറിലാക്കിയിട്ട്, ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശയൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ലതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ് ആക്കി വെച്ചിരുന്നു. എന്നോട് അവന് പറഞ്ഞ് അതൊക്കെ ഞാൻ വെച്ചോളാം, എന്താ വെക്കണ്ടേ ഞാൻ ബാഗിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത്, ഞാൻ പറയാതെ അത് തുറക്കാൻ പാടില്ല. ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞാൽ അത്രക്കുള്ള ഇതാണ്. ഞാൻ അവർക്ക് വാപ്പല്ല, ശരിക്കും ഒരു ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തിനു പറയുന്നു, അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും. ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത്. എൻ്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ ഈ വീട്ടിലായതുകൊണ്ടാണ്, ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിൽക്കുന്നത്. അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ മകന് എന്നോടുള്ള സ്നേഹം ആരും അറിയാതെ പോകരുത് എന്നുള്ള ഇതിലാണ് ഞാനിത് ചെയ്യണത്. ഷഫീഖിന് ഞാൻ കൊടുത്തത്. എപ്പോഴാണ് പിന്നെ പൊട്ടിച്ച് നോക്കിയത്? എപ്പോഴാണ്? ഞാനത് അങ്ങനെ അവിടെ കൊണ്ടുവച്ച്, എൻ്റെ മകന് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലേ, അപ്പം ഞാനത് പൊട്ടിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും. അപ്പം ഞാനെന്താക്കി, കവറിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്. പിന്നെ ഇപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം ഞാൻ പാസ്പോർട്ട് തരുന്നു, ഞാനങ്ങനെ കൊണ്ടുപോയി, ഞങ്ങളത് അതാണല്ലോ, എല്ലാ സാധനവും കൊണ്ടുപോയി അവിടെ വെച്ചാൽ പിന്നെ അതിലേക്ക് തിരിയില്ലല്ലോ. പിന്നെ പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് ഒരു കറുത്ത കവറിൽ കീശയിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത്, ഒരു ബാഗിൽ. അതെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ആ കത്തായിരുന്നു. എനിക്ക് എൻ്റെ മോൻ അനുവാദം ഇല്ലെങ്കിലും എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഒരു പറച്ചിലൊക്കെ ഞാനത് പൊട്ടിച്ച്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് ഞാനത് പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ്. മിസ് യു ഫാലി, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണുള്ളത്. അവന് എൻ്റെ ഷർട്ട് ഇടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ കിടക്കുക. അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല. എൻ്റെ ഷർട്ട് അവിടെ എടുത്ത് വെക്കും. ഇപ്പം എൻ്റെ വേർപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല. അവൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കൽ. അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ 3 മക്കളെ ഞാൻ നല്ല സ്നേഹിച്ചതാണ്. എൻ്റെ ഭാര്യനെ, ബാപ്പാനി, ഉമ്മാനി. കഴിഞ്ഞ വരവ് വന്നിട്ട് എൻ്റെ ബാപ്പ എനിക്ക് വന്ന് കറക്റ്റാണ്, പടച്ചോനെ എന്നെ അങ്ങോട്ട് ഇറക്കിയ പോലെയായിരുന്നു. ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബാപ്പ വീണ്, സ്ട്രോക്കായിട്ട് വീണ് ബാപ്പ കിടപ്പിലായി.
വാപ്പാനെ ഞാൻ എത്തിക്കൊണ്ടോടത്തേക്കെല്ലാം എത്തിച്ച് വാപ്പാനെ നടത്തിച്ച് വാപ്പ പിന്നെ ഒറ്റക്ക് ഇങ്ങോട്ട് മുണ്ടക്കൈന്ന് 15 കിലോ മേപ്പാടിയിലൊക്കെ വരാൻ തുടങ്ങി. എല്ലാം ഒരുവിധമൊക്കെ റെഡി ആയിരുന്നു. ഒരു ഭാഗം കുഴഞ്ഞു വീണതായിരുന്നു. എന്നിട്ടും വിധി കൊണ്ടുപോയി. തറവാട് വീടാണ്. ഞങ്ങൾ 4 മക്കളാണ്. 4 മക്കളായിരുന്നു. 2 പെണ്ണും 2 ആണും. മോൻ്റെ കത്ത് ഇവിടെയുണ്ടോ? കത്ത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല. ഞങ്ങൾക്കിപ്പോൾ റൂം കിട്ടിയിട്ടുണ്ട് വീട്ടിൽ. അവിടെ ഉണ്ട് കത്ത്. ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. അത് കണ്ട് ഭയങ്കര വിഷമം വരും. അപ്പം ഞാൻ പിന്നെ അത് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഇന്നലെ ചോദിച്ചിരുന്നു നമ്മുടെ രാജ്യം എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എന്ന്. എല്ലാവരും എഴുതി 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇന്ന് നടക്കുന്നത്. 77 എഴുതിയിരുന്നു. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നേതാക്കന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരെഴുതുക. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് എഴുതാം. ഏറ്റവും അധികം ആളുകൾ പറയുന്ന പേര് ആരുടേതാണെന്ന് നോക്കാലോ. അസ്സലാമു അലൈക്കും.